വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോട്ടീൻ പൗഡറിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഹോർലിക്സിലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബോട്ടിൽ ഹോർലിക്സിന്റെ അതേ ടേസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഹോർലിക്സിന്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയാണ്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും മറ്റൊരു മായൊന്നും ചേർത്തിട്ടില്ല എന്നുള്ള ധൈര്യത്തോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഹോർലിക്സ് തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ്. അപ്പോൾ ഗോതമ്പ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഗോതമ്പ് വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ഗോതമ്പ് ഒരു വൈറ്റ് കളറിലാണ് ഇരിക്കുക. അതിന്റെ മേലത്തെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഗോതമ്പ് ഒരിക്കലും മുളക്കില്ല. നമ്മൾ വെള്ളത്തിലിട്ട് പിന്നെ കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുള വരില്ല. മുള വരുന്ന ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടി ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു നല്ലൊരു കട്ടിയുള്ളൊരു തോടുണ്ടാവും. അങ്ങനത്തെ ഗോതമ്പ് വേണം നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ. ഞാൻ അല്ലാതിൽ നിന്നാണ് ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറെ എവിടെ കിട്ടുകയെന്ന് അറിയില്ല. ഞാൻ അല്ലാതിൽ പോയിട്ടാണ് ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതിൽ ഇതിന് പേരൊന്നും ഇതിൽ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ നല്ല കട്ടിയുള്ള ഗോതമ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് വെള്ളത്തിലിടുക. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു നനഞ്ഞ തുണിയിൽ ഒന്ന് പൊതിഞ്ഞു വെക്കുക. അങ്ങനെ 2 ദിവസം പൊതിഞ്ഞു വെക്കണം. ഇന്ന് രാത്രി നമ്മൾ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ അതൊന്ന് തുറന്നതിന് ശേഷം അതിന്റെ മുകളിൽ അല്പം വെള്ളം തെളിക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. അങ്ങനെ അതിൽ ഈർപ്പുണ്ടായിരിക്കണം. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേസമയം ഓവറായിട്ട് വെള്ളം തെളിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പൊട്ട മണം വരാൻ തുടങ്ങും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പാണ് 1 കപ്പ് ഗോതമ്പ്. അപ്പോൾ ഗോതമ്പിലത്തെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു നനഞ്ഞ തോർത്തോ അല്ലെങ്കിൽ നനഞ്ഞ നൈസായിട്ടുള്ള തുണി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതിൽ ഇടാം. അപ്പോൾ ഈ നനഞ്ഞിട്ടുള്ള തുണിയാണ്, അത് ശ്രദ്ധിക്കണം. അല്ലാണ്ട് നനയാത്ത തുണിയിൽ ഇടാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഞാൻ എപ്പോഴും വെക്കുന്നത് ഒരു അരിപ്പയിൽ തന്നെയാണ്. കാരണം വേറൊരു പാത്രത്തിലേക്ക് അടച്ചു വെക്കണമെങ്കിൽ ഒരു പൊട്ട വാസന വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ഒന്ന് തുറന്നതിന് ശേഷം ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. അങ്ങനെ 2-3 ദിവസം വേണ്ടി വരും ഈ ഗോതമ്പ് ശരിക്കും ഒന്ന് നന്നായി ഒന്ന് മുളച്ചു വരാൻ. ഗോതമ്പിന് സമയം എടുക്കും കേട്ടോ. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് നമുക്ക് ബാർലിയാണ്. നെല്ല് പോലെ ഇരിക്കും നമ്മളെ ബാർലി കണ്ടു കഴിഞ്ഞാൽ. ഇതിനെ ഹിന്ദിയിൽ ജോ എന്നാ പറയാ, JOW. അതും അല്ലാതില്ലാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. കാരണം ഇവിടെ ഞാൻ പല സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്ത് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തപ്പോൾ പോളിഷ്ഡ് ബാർലി, പേൾ ബാർലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കില്ലേ, അതുപോലെ വെളുത്തിരിക്കുന്ന ബാർലിയാണ് കിട്ടുക. അത് ഒരിക്കലും മുളക്കില്ല. അപ്പോൾ ഈ ഹോർലിക്സിന്റെ ബാക്കിൽ ഞാൻ നോക്കിയപ്പോൾ മോൾട്ടഡ് ബാർലി, ഹോൾ വീറ്റ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ടും നമുക്കങ്ങ് മുളപ്പിക്കാം. കാരണം വെറുതെ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഹോർലിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഹോർലിക്സിന്റെ ഗുണവും കിട്ടില്ല, ആ ടേസ്റ്റും കിട്ടില്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിയായി ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാർലി എടുക്കാം. പക്ഷെ നിങ്ങളുടെ അടുത്ത് ബാർലി ഇപ്പൊ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഈ ബാർലി ഒഴിവാക്കാം കേട്ടോ. അപ്പൊ എന്റെ അടുത്തുള്ള കാരണമാണ് ഞാൻ ബാർലി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് ഗോതമ്പാണെങ്കിൽ 1/2 കപ്പ് ബാർലി എന്നാണ് കണക്ക്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നെല്ലാന്ന് തോന്നുള്ളൂ. പക്ഷെ അതിന്റെ പുറത്ത് ജോന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ വീട്ടിൽ വന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് ബാർലിയാന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന നെല്ല് പോലെ ഇരിക്കുന്ന സംഭവമാണ് നമുക്ക് വേണ്ടത്. ഇത് മാത്രമേ മുളയ്ക്കുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പേൾ ബാർലി മുളയ്ക്കില്ല. അപ്പോൾ അതും ഇതേപോലെ തന്നെ ആദ്യം തന്നെ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു നനഞ്ഞ തുണിയിൽ അങ്ങ് പൊതിഞ്ഞു വെക്കാം. ഒരു ചെറിയൊരു ഈർപ്പുള്ള സ്ഥലത്ത് നമുക്ക് വെക്കാം. ഇതാ നമ്മുടെ ബാർലി നല്ല കുട്ടപ്പനായി മുളച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ രാവിലെയാണ് ഞാൻ ഇത് മുളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ, ഇന്ന് ഉച്ചയാണ്. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കിനും അതിന്റെ മുള കണ്ട അത്രയും മുളച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മതി നമുക്ക്. മറ്റേ ഗോതമ്പ് കുറച്ച് മുളയ്ക്കാൻ കുറച്ചൊരു സാവകാശം കാണിക്കുന്നുണ്ട് പാവം. പോട്ടെ, എന്നാലും നമുക്ക് അത്ര മതി നമ്മൾ ഗോതമ്പ് മുളച്ച്. കാരണം ഇത് ഇനി മുളയ്ക്കാൻ ഒരു ദിവസം കൂടെ വെക്കുമ്പോൾ ഒരുപാടങ്ങായി പോവും. അതുകൊണ്ട് ഞാൻ ഗോതമ്പ് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ മുള കണ്ട, ഇത് മുളച്ചിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ ഇത്രയും വലുതായിട്ടില്ല, അത് മാത്രം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗോതമ്പ് കുറച്ച് വന്നതിന് ശേഷം പിറ്റേ ദിവസം ആ ബാർലി ഇട്ടാൽ മതി. കണ്ടോ, ഇത്രയും മുളച്ചിട്ടുണ്ട്. അപ്പോൾ ബാർലിയുടെ അത്ര മുളച്ചിട്ടില്ല. ഒരു കടായി എടുക്കുക. കടായിലോട്ട് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചിലർ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹോർലിക്സ് എന്ന് പറയുമ്പോൾ മോൾട്ടഡ് ആയിട്ടുള്ള, അതായത് മുളപ്പിച്ചിട്ടുള്ള ബാർലി ആണ് ഉപയോഗിക്കുക. അപ്പോൾ ബാർലി ഇല്ലാത്തൊരു ഗോതമ്പ് മുളപ്പിക്കുക. അപ്പം എൻ്റെ അടുത്ത് 2 ഉള്ള കാരണം ഞാൻ 2 മുളപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എണ്ണയൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡ് ആവണം കേട്ടോ. മാത്രമല്ല നിങ്ങളൊന്ന് കടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കണം. നമ്മൾ ക്രിസ്പി ആയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് നന്നായിട്ട് പൊടിയില്ല, പൊടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഇതേപോലെ നല്ല ഗോൾഡ് കളർ ആവണം, കരിയാൻ പാടില്ല. ക്രിസ്പി ആയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. ഇനി ഞാൻ സെയിം കടായിൽ തന്നെ നമ്മൾ മുളപ്പിച്ചിരിക്കുന്ന ബാർലി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പേൾ ബാർലി ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർലി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. അതിന് ശേഷം ഇതേപോലെ തന്നെ ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ മുളപ്പിക്കാനുള്ള ബാർലി, ഹോൾ ബാർലി അവൈലബിൾ അല്ലെങ്കിൽ കേട്ടോ. ഗോൾഡ് കളർ ആവുന്ന വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് വേറെ, കഴിഞ്ഞ ദിവസം ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ കപ്പലണ്ടി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പണി കിട്ടി. കപ്പലണ്ടി ചേർത്തപ്പോൾ നമ്മളുടെ കപ്പലണ്ടിയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് കപ്പലണ്ടി ചേർക്കുന്നില്ല, അതാ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം കേട്ടോ. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹോർലിക്സിൽ അവർ വേറെ എന്തൊക്കെ ചേർക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ബാക്കിൽ വാങ്ങിച്ചിട്ടാണ് അതിൽ ഞാൻ പറയില്ലേ ഗോതമ്പ്, ബാർലി, നട്ട്സ്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കി അവർ എന്തൊക്കെ സംഭവങ്ങൾ ചേർക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ, അതുപോലെ പാൽപ്പൊടി, പഞ്ചസാര. ഇപ്പോൾ ഷുഗർ ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പഞ്ചസാര ഒഴിവാക്കുക. പഞ്ചസാര ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ സംഭവം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ ഇത് അസലായിട്ട് പ്രോട്ടീൻ പൗഡറാണ്. പാലിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് റോസ്റ്റ് ആവട്ടെ കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ഇത് നന്നായി പൊട്ടി കഴിഞ്ഞാൽ ഇതങ്ങ് ഓഫ് ചെയ്ത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. മൊത്തത്തിൽ പൊട്ടി കഴിഞ്ഞതിന് ശേഷം കേട്ടോ. തീ എപ്പോഴും കുറച്ച് വെക്കണേ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു 12 ബദാമാണ്. ഇതും നമുക്ക് ചെറിയ തീയിലിട്ടതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ബദാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, ഒരു പൊട്ടുന്ന സൗണ്ട് വരാൻ തുടങ്ങുക. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണേ. ഇത് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഗോതമ്പും അതുപോലെ തന്നെ ബാർലിയും ഇതെല്ലാം ഞാൻ പൊടിച്ച് അരിച്ചതിന് ശേഷം കൊണ്ടുവരാം. ഞാനിവിടെ എല്ലാതും പൊടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഗോതമ്പ്, ബാർലി, ബദാം കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ടുള്ള ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ വേറെ അരിപ്പകളൊന്നും ഇല്ലാത്ത ചായ അരിക്കുന്ന അരിപ്പയാണ്. ഇത് 2 ലെയർ ഉണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടിയാണ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി കുറച്ച് വന്നിട്ടുണ്ട്, ഇത് ഉപയോഗിക്കേണ്ട. ഇത് എന്താ പറയുക, പാലിലൊന്നും മലിയില്ല ഈ ഭാഗം ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് നമുക്ക് ലഡ്ഡു ഉണ്ടാക്കുക ഇത് വെച്ചിട്ട്. അത് ഞാൻ പിന്നെ വേറെ ദിവസം പറഞ്ഞുതരാം എങ്ങനെ ലഡ്ഡു ഉണ്ടാക്കാന്നുള്ള കാര്യം. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഞാനിത് വീട്ടിലുണ്ടാക്കിയ പാൽപ്പൊടിയാണ്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ മറക്കരുത്. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ അത്. പക്ഷെ പഞ്ചസാര ചേർക്കാണ്ട് നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങൾ ചേർക്കണം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഹോർലിക്സ് ആയിട്ട് മാറും. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് പഞ്ചസാര കുറവ് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഹോർലിക്സിനോട് സാമ്യം നിൽക്കുന്ന 100% നമ്മൾ ഹോർലിക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർ ചേർക്കുന്നത് എക്സാക്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല. എന്നാലും വീട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോർലിക്സ് പൗഡറാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഹോർലിക്സിൽ നിന്ന് നമുക്ക് കുറച്ച് പൊടി ഇതിലേക്ക് വേറൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് കൊക്കോ പൗഡർ നിങ്ങൾക്ക് എത്ര വേണം അത്രയും. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 ഹോർലിക്സിൻ്റെ പൗഡറും റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല എന്ന് മാത്രം. ഇത് കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് ഹോർലിക്സ്. അപ്പോൾ രണ്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതിൽ ഒരു തരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഹോർലിക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൽ ഉപ്പിൻ്റെ കുറവ് മാത്രം ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടേസ്റ്റ് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഒരു സിമിലർ ആയിട്ട് നിൽക്കുന്നതെന്നുള്ളൂ, അല്ലാണ്ട് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു തുള്ളി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2ലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹോർലിക്സ് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. കുട്ടികൾക്ക് കൊടുക്കുക, അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ കമന്റ് വഴിയോ മെയിൽ വഴിയോ അയക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.